ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്തുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫണ്ടമെന്റൽ റൈറ്റുമായി റിലേറ്റ് ചെയ്ത 2-3 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ ആർട്ടിക്കിളുകളിലേക്ക് കടക്കാൻ പോവാണ്. അതായത് ആർട്ടിക്കിള് 12 മുതൽ 35 വരെയുള്ള ഭാഗമാണ് എന്തിൽ വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതായത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് കിടക്കുന്നത്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ 12നെ കുറിച്ചിട്ടാണ്. അപ്പൊ ആർട്ടിക്കിൾ 12 എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യല്ലേ. The term state has been used in different provisions concerning the fundamental right. Hence, Article 12 has defined the term for the purpose of Part 3. According to it, state includes the following. അതായത് ഇവിടെ ആർട്ടിക്കിൾ 12 നമ്മൾ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാണെന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ആർട്ടിക്കിൾ 12 ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറയേണ്ടത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു, സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഫണ്ടമെന്റൽ റൈറ്റുമായി റിലേറ്റ് ചെയ്ത്, അതായത് മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വ്യവസ്ഥകളില് സ്റ്റേറ്റ് എന്ന പദത്തിനെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനം എന്താണ്, അതാണ് എന്തിൽ പറയുന്നത്, ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വ്യവസ്ഥകളിൽ സ്റ്റേറ്റ് എന്ന പദത്തിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനമാണ് ആർട്ടിക്കിൾ 12 വരുന്നത്. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 12 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് വൺ നോക്കുക. ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, that is executive and legislative organs of the യൂണിയൻ ഗവൺമെന്റ്. അതായത് നമ്മുടെ ഗവൺമെന്റും പാർലമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ എൻഫോഴ്സിംഗ് ആണ് അല്ലെ. അതായത് നിയമം നടപ്പിലാക്കുന്ന ഓർഗനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയാം. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഓർഗൻസും, അതായത് എന്താണ്, നിയമം നിർമ്മിക്കുന്ന ആ ഒരു ബോഡിയും, ഇതെല്ലാം അടങ്ങുന്ന യൂണിയൻ ഗവൺമെന്റിനെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്. ഓക്കെ, സെക്കൻഡ് ബിയിലേക്ക് നോക്കൂ. ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റ് എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് അടങ്ങുന്ന യൂണിയൻ ഗവൺമെന്റ് അഥവാ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും പാർലമെന്റ് ഓഫ് ഇന്ത്യയും അത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള നിയമനിർമ്മാണ സഭയും ആ ഗവൺമെന്റും, അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ എന്താ പറയാ നിയമനിർമ്മാണ സഭയും ഒക്കെ ഉൾക്കൊള്ളുന്നത് എന്താണ്, സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. Then all local authorities, that is municipalities, panchayat, district boards, improvement trust, etc. അതായത് ലോക്കൽ അതോറിറ്റീസുകളായ മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റുകൾ എക്സെട്ര, ഇതെല്ലാം സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിലേക്ക് ഉൾപ്പെടുന്നവയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. Then all other authorities, statutory or non-statutory authorities like LIC, ONGC, SAIL, etc. അതായത്
സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താണ്, അതൊക്കെ നമുക്ക് സ്പെഷ്യലി ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. ഇവിടെ മനസ്സിലാക്കുക, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുകൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നിയമം മൂലം നിലവിൽ വന്നിട്ടുള്ള ബോഡീസുകളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുകൾ. അത് ഇവർക്ക് ഭരണഘടനയിൽ തന്നെ പ്രത്യേക ഭാഗങ്ങൾ ഉണ്ട്, അവയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അത്തരത്തിലുള്ള അതോറിറ്റീസുകളും മാത്രമല്ല ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന അതുപോലുള്ള LIC, ONGC, SAL അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡെഫിനീഷനിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, the state has been defined in a wider sense was to include all its agencies. It is the action of these agencies that can be challenged in the court as violating the fundamental right. അപ്പോൾ എന്താ പറയണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 12 അനുസരിച്ച് ഈ പറഞ്ഞതെല്ലാം സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അഥവാ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാമാണ്, ഇതെല്ലാം അവയിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ വയലേഷൻ, ഫണ്ടമെന്റൽ റൈറ്റിൽ വയലേഷൻ സംഭവിച്ചാൽ നമുക്ക് അതിനെ കോർട്ടിൽ ചാലഞ്ച് ചെയ്യാം, നമുക്കത് തിരിച്ചു കിട്ടണം. ഇവരൊന്നും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഇല്ലാണ്ടാക്കാൻ പാടില്ല. ഇല്ലാണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോടതി പോയിട്ട് നമുക്കത് തിരിച്ചു കിട്ടണം എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഏത് ഏജൻസീസും ദാറ്റ് ക്യാൻ ബി challenged in the courts as violating the fundamental right. Okay, ആർട്ടിക്കിൾ 12 പ്രകാരം രാഷ്ട്രത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവയുടെയൊക്കെ പ്രവർത്തനങ്ങളാൽ, അതായത് ഈ പറഞ്ഞ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന ഏത് ബോഡീസിന്റെയും പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ട് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഓർ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, നിയമസഹായം തേടാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ആർട്ടിക്കിൾ 12 എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദ സുപ്രീം കോർട്ട്, ഈവൻ എ പ്രൈവറ്റ് ബോഡി ഓർ ആൻ ഏജൻസി വർക്കിംഗ് as an instrument of state falls within the meaning ഓഫ് സ്റ്റേറ്റ് അണ്ടർ ദി ആർട്ടിക്കിൾ. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന ഏതാളുകളും മൗലിക അവകാശം ലംഘിച്ചാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യാം. അത് നമ്മളോട് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യമാണ് ആർട്ടിക്കിൾ 12മായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. വളരെ ക്ലിയർ ആണ്, ഇതിൽ ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനില്ല. ആർട്ടിക്കിൾ 12 പറയുന്നത്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗമാണ് എന്തിൽ വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നത്. അതിലത്തെ ഫസ്റ്റത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 12. അതിൽ പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 12 വ്യക്തമായിട്ട് എന്താണ് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബേസിൽ സ്റ്റേറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്, ആർട്ടിക്കിൾ 12. അതനുസരിച്ച് അവരെന്ത് പറയുന്നുണ്ട്, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകളിൽ സ്റ്റേറ്റ് എന്ന പദം നമ്മൾക്ക് കാണാൻ പറ്റും. ആ സ്റ്റേറ്റ് എന്ന പദം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്തുണ്ടെന്ന്, നമ്മുടെ ഏതെങ്കിലും തരത്തില് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്, സ്റ്റേറ്റിന്റെ ആ ഒരു ഡെഫിനേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അതിനെ കോടതിയിൽ നിയമം ലംഘിക്കപ്പെട്ടാൽ ചോദ്യം ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ, BCCI നമ്മുടെ എന്താണ് ക്രിക്കറ്റ് ബോർഡ്, അപ്പൊ അത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിന്റെ അണ്ടറിൽ നമ്മൾ ഇതിനകത്തൊന്നും കണ്ടില്ല അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ലെങ്കിൽ കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോടതി പോയിട്ട് നമുക്കതിനെ റീഇൻഫോഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ കോടതികൾ ഉണ്ടല്ലോ, കോർട്ടുകള് ഈ സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോടതികള് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ
അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അവ എന്തിന്റെ പരിധിയിൽ വരും? സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഡെഫിനേഷന്റെ അണ്ടറിൽ വരും. കോടതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കോടതികൾക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് അവ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിലേക്ക് വരും. അല്ലാത്ത സമയം, അതായത് കോടതികൾ നോർമലി ജുഡീഷ്യറി ആണല്ലേ കൈകാര്യം ചെയ്യുന്നത്, ഇവ ജുഡീഷ്യറി ഫങ്ഷൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 12മായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് കടക്കാൻ പോവാണ്, നമ്മളുടെ ആർട്ടിക്കിൾ 13. ഓക്കെ, ആർട്ടിക്കിൾ 13നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. അതായത് ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 13 ഡിക്ലയർസ് ദാറ്റ് ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ in derogation of any of the fundamental right shall be void. അതായത് ആർട്ടിക്കിൾ 13 എന്താ പറയണേ? ഏത് ലോസുകളും നമ്മളെ പുറത്തു വന്നിട്ടുള്ള ഏത് ലോസുകൾ എടുക്കുകയാണെങ്കിലും ആ ലോസ് എല്ലാം ഇൻകൺസിസ്റ്റന്റ് ഓർ ഡെറോഗേഷൻ ഓഫ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് എതിരായിട്ടുള്ള ലോ ആണ്. പുറത്തു വരുന്ന ഏതെങ്കിലും ഒരു ലോ എടുത്ത് നോക്കുമ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും, അത് നിലനിൽക്കില്ല എന്ന് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നോക്കാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് എക്സ്പ്രസീവ്ലി പ്രൊവൈഡ്സ് ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. പഠിച്ചു വെക്കാം. അതായത് അതിന് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്ത് തന്നെയാണ്? ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതായത് നമ്മൾ ആ നീതിന്യായത്തിനെ പുനഃപരിശോധിക്കുക അല്ലെ. അതായത് ഒരു ലോ ഇറങ്ങിയിട്ടുണ്ട്, ആ ലോ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ടുള്ള ഏത് ലോയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റിന് എതിരായിട്ടാണോ അല്ലേ എന്ന് പുനഃപരിശോധന നടത്താം. എന്നിട്ട് ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ആ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും നമുക്ക് ഏതാണ്? ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ പുനഃപരിശോധന നടത്തുക തന്നെ. This power has been conferred on Supreme Court Article 32 and High Court Article 226. അതായത് ഇങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിനെയും ഹൈക്കോടതിനെയും ഒക്കെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് അധികാരം കിട്ടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226. നമ്മള് റിട്സുകൾ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഏത് ആർട്ടിക്കിളിന്റെ ബേസിലാണ് സുപ്രീം കോടതി അങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്കും ഇതേ പവർ ഉണ്ട്. ഹൈക്കോടതി ആ പവർ ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 226. ക്ലിയർ ആയോ? പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട്. സുപ്രീം കോടതി ഇത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 32ന്റെ അടിസ്ഥാനത്തിലും ഹൈക്കോടതി ഇത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 226ന്റെ അടിസ്ഥാനത്തിലുമാണെന്ന് മനസ്സിലാക്കാം. Okay, the term law in Article 13 has been given a wide connotation so as to include the following. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി, അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 13 വരുന്നത് എന്ന് മനസ്സിലാക്കി ആണല്ലോ. ഇനി ഒരു കാര്യം അവിടെ പറയട്ടെ, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ജുഡീഷ്യൽ റിവ്യൂ,
ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ത് കടമെടുത്തിട്ടുള്ളത്? നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് എവിടെന്നാണോ? ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 13 ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറഞ്ഞു. ദ ടേം ലോ in article 13 has been given in a wide sense ഉണ്ട് ഇതിന്. അതില് ലോ എന്നത് കൊണ്ട് എന്തൊക്കെ ലോ ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലോ എന്ന ഒരു ടേം ആർട്ടിക്കിൾ 13 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ലോ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോ നിയമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള നിയമങ്ങളുണ്ട് അതാണ് നമ്മൾ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ലോക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ലോനെ പറ്റിയിട്ട് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പെർമനന്റ് ലോസ് ഇനാക്റ്റഡ് ബൈ ദ പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് പെർമനന്റ് ലോസുകൾ ഉണ്ട് അല്ലെ, അതായത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം തന്നെ ആരാണ് ഇനാക്ട് ചെയ്യുക? പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ് അത് ചെയ്യുക. സംസ്ഥാന നിയമസഭകളോ അല്ലെങ്കിൽ പാർലമെന്റ് ഉണ്ടല്ലോ, സെൻട്രലിലുള്ള പാർലമെന്റോ ആണ് എന്ത് പെർമനന്റ് ലോസുകള് ഇനാക്ട് ചെയ്യുക, അവയ്ക്ക് അംഗീകാരം കൊടുക്കുക എന്ന് മനസ്സിലാക്കാം. ദെൻ ടെമ്പററി ലോസ് ലൈക്ക് ഓർഡിനൻസസ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവർണേഴ്സ്. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഓർഡിനൻസസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങളാണ് ഓർഡിനൻസുകൾ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാർലമെന്റ് നടക്കാതിരിക്കുന്ന ഒരു സമയമാണ്, ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ പാർലമെന്റിന് കറക്റ്റ് ആയിട്ട് സമ്മേളിക്കാനോ പറ്റാത്ത ഒരു സമയത്ത് നമുക്കൊരു നിയമം ഇറക്കേണ്ടി വന്നു. പക്ഷെ പാർലമെന്റില് ഒരുപാട് പ്രൊസീജിയറുകളിലൂടെയാണ് നമുക്കൊരു ലോനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ പാർലമെന്റ് നടക്കില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ ആ ഒരു കുറഞ്ഞ സമയത്തേക്ക് നിയമങ്ങൾ ഇറക്കാൻ ആരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്? പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഗവർണേഴ്സിനും അതിന്റെ അധികാരമുണ്ട്. അപ്പൊ അവരങ്ങനെ ഇറക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഓർഡിനൻസസുകൾ എന്ന് പറയാം. പക്ഷെ ആ ഓർഡിനൻസസുകൾ എല്ലാം തന്നെ ടെമ്പററി ലോസുകളാണ്, താൽക്കാലിക നിയമങ്ങളാണ്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന്റെ ബാക്കി പ്രൊസീജിയറുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതാ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ഇറക്കുന്ന നിയമങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ലോകളുണ്ട്, ടെമ്പററി ലോസുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഡിലഗേറ്റഡ് ലെജിസ്ലേഷൻ ഓർഡർ, ബൈലോ, റൂള്, റെഗുലേഷൻ ഓർ നോട്ടിഫിക്കേഷൻ. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ഓർഡറുകൾ ഇറങ്ങാറുണ്ട്, ബൈലോസുകൾ വരാറുണ്ട്, റൂളുകൾ വരാറുണ്ട്, റെഗുലേഷൻസുകൾ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ബോഡീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നിയമങ്ങളുടെ ആ ഒരു ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം ആർട്ടിക്കിൾ 13 അനുസരിച്ചിട്ട് എന്നാണ് പറയുന്നത്. Then non-legislative sources of law, that is custom or usage having the force of law. അതുപോലെ തന്നെ non-legislative sources of law, that is അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള കസ്റ്റംസുകൾ, ആചാരങ്ങളൊക്കെ അല്ലേ, having the force of law. Thus, not only a legislation but any of the above can be challenged in the court as violating the fundamental right and hence can be declared as void. ഓക്കെ, ആർട്ടിക്കിള് 13 പ്രകാരം ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതായത് ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, ജുഡീഷ്യൽ റിവ്യൂ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതിയെ നിയമ നടപടിയിലൂടെ അസാധുവാക്കാൻ സാധാരണഗതിയിൽ എന്തെല്ലാം സാധ്യമല്ല. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഒരു മൗലികാവകാശത്തെ ലംഘിക്കുന്നു എങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് കോടതിയിൽ പുനഃപരിശോധന നടത്താം. അത് ഇതിൽ പറയുന്ന കേട്ടോ, സോറി ഞാൻ അവിടെ ആവശ്യമില്ലാത്തത് വിളിച്ചു പറഞ്ഞുപോയി. നമ്മൾ ഇതാ പറയുന്ന ആർട്ടിക്കിൾ 13 പ്രകാരം നമ്മൾ ലോനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തു. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ലോയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ വന്ന കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. കസ്റ്റംസുകൾക്ക് പക്ഷേ കസ്റ്റംസുകൾ നോക്കൂ, കസ്റ്റംസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ആചാരങ്ങളൊക്കെ
നടപ്പിലാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ശബരിമലയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 മുതൽ 50 വയസ്സ് വരെയുള്ള വുമൺസിന് എന്താണ് ശബരിമലയിൽ പ്രവേശനം ഇല്ല എന്നുള്ളത് അവരുടെ ഒരു കസ്റ്റമാണ്, അവരുടെ ഒരു ആചാരമാണ്. പക്ഷേ 2018 എന്ത് ചെയ്തു, ഒരാള് അതുമായി കേസായിട്ട് പോയി ഞങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ശരിയാണ്, അതായത് 18 to 50 ഉള്ളിലുള്ള സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് കയറാൻ പാടില്ല എന്ന് ഭരണഘടനാപരമായിട്ട് നോക്കുമ്പോൾ അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് എന്ന് കോടതി തിരിച്ചറിയുകയും 2018 അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ അതാണ് കസ്റ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാം, അത് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആർട്ടിക്കിൾ 13 ഡിക്ലെയർസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഈസ് നോട്ട് എ ലോ ആൻഡ് ഹെൻസ് കനോട്ട് ബി ചാലഞ്ച്. അതാണ് നമ്മൾ നേരത്തെ, അതായത് ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഈസ് നോട്ട് എ ലോ ആൻഡ് ഹെൻസ് കനോട്ട് ബി ചാലഞ്ചഡ്. അതായത് ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അതൊരു നിയമമല്ല. എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്, ആർട്ടിക്കിൾ 13 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തല്ല, ഒരു നിയമമല്ല. അപ്പൊ അതിന് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാ ഭേദഗതിയെ നിയമ നടപടിയിലൂടെ അസാധുവാക്കാൻ സാധാരണഗതിയിൽ നമുക്ക് പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഹെൻസ് കനോട്ട് ബി ചാലഞ്ചഡ്, അതിനെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ however the Supreme Court held in the Keshavananda Bharati case that a constitutional amendment can be challenged on the ground that it violates a fundamental right that forms a part of the basic structure of the constitution and hence it can be declared as void. എന്താണ് പറയുന്നത്, കേശവാനന്ദ ഭാരതി കേസ് 1973 നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത. അപ്പൊ കേശവാനന്ദ ഭാരതി കേസില് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു മൗലികാവകാശത്തെ ലംഘിക്കുന്നു എങ്കിൽ ഭരണഘടനാ ഭേദഗതിയെയും കോടതിക്ക് പുനഃപരിശോധിക്കാൻ കഴിയും എന്ന് എന്തിൽ കൊണ്ടുവന്നു, കേശവാനന്ദ ഭാരതി കേസിൽ വന്നു. ഭാരതി കേസിൽ, അതായത് നോർമലി ആർട്ടിക്കിൾ 13 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിയമത്തിന്റെ പരിധിയിൽ അതിനെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഭരണഘടനാ ഭേദഗതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലും ഒരു എന്താ പറയാ കോൺട്രവേഴ്സി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി എന്ത് പറഞ്ഞു, അതിന്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ക്യാൻ ബി ചാലഞ്ചഡ് ഓൺ ദ ഗ്രൗണ്ട്, അതും ചാലഞ്ച് ചെയ്യാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെയും നമുക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യാം ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് വയലേറ്റ്സ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമ്മൾ കോടതിക്ക് അതിനെ പുനഃപരിശോധിക്കാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 13 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് ആർട്ടിക്കിൾ 13 പറയാം. ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതി പോവാന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിയിൽ. അപ്പൊ ഇത് മൂന്നും ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 ഇത് ഹൈക്കോടതിയുടെ ഇതാണ്, ഇത് സുപ്രീം കോടതിയുടെയാണ്. ഇതൊക്കെ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതായത് ആർട്ടിക്കിൾ 13 തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ കുറച്ചധികം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 12ഉം ആർട്ടിക്കിൾ 13ഉം ആണ് നമ്മൾ നന്നായിട്ട് പഠിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന് ശേഷം ആർട്ടിക്കിൾ 13 കുറച്ചും കൂടി കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു. റെക്കോർഡായില്ലേ?